കേരളത്തിലെ ദേശീയപാത വികസനം സത്യത്തില് ഒരുപാട് വൈകിട്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തന്നെ മുതിരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 ദേശീയപാത അതോറിറ്റിയുടെ ആദ്യ ഓഫീസ് പാലക്കാട് തുടക്കം കുറിക്കുന്നത്. 2006 കേരളത്തില് ആധുനിക രീതിയിലുള്ള BOT അടിസ്ഥാനത്തിലുള്ള ദേശീയപാത വികസനത്തിനെതിരായുള്ള ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. നമ്മൾ ചോദിച്ചു വന്ന് കേരളത്തിലെ ഇന്ന് മാധു ആവേശം കൊള്ളുന്ന ഇതേ പേരിലുള്ള ഒരു വാർത്താപത്രം മുഖലേഖനം എഴുതി ആർക്കാണ് ഇത്ര ധൃതി, എന്തിനാണ് നമ്മൾ ഇത്ര ധൃതി കാണിക്കുന്നത്? അതേ പത്രം 2018 ഒരുപാട് കാലം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ടു. നാം ഇതുവരെ ചർച്ച ചെയ്തത് 120 മീറ്റർ വേണോ, 90 മീറ്റർ വേണോ, 60 മീറ്റർ മതിയോ, 45 വേണോ, അവസാനം നമ്മൾ 30 എത്തി. അന്ന് എന്റെ ഓർമ്മ, അന്നത്തെ BJP അല്ല കേന്ദ്രം ഭരിക്കുന്നത്, അന്നത്തെ പ്രധാനമന്ത്രി മലയാളികളോട് ചോദിച്ചു, ലോകത്താരെങ്കിലും ഈ തരത്തിലുള്ള ഒരു വികസന വിരുദ്ധത കാണിക്കുമോ? വരുന്ന നൂറ്റാണ്ടിലേക്കുള്ള ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ അടുത്ത തെരഞ്ഞെടുപ്പിനെ കാണുമെങ്കിൽ, ഒരു മികച്ച ഭരണാധികാരി അടുത്ത നൂറ്റാണ്ടിനെ കാണുമെങ്കിൽ, അടുത്ത തലമുറയെ കാണുമെങ്കിൽ, ഒരു മികച്ച ദാർശനികൻ വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. സത്യത്തില് നമ്മൾ ചിന്തിക്കാനൊപ്പം വൈകിപ്പോയോ? കേരളത്തിന്റെ റോഡുകളിൽ ഉണ്ടാകുന്ന ജനപ്പെരുപ്പം, വാഹനങ്ങളുടെ ആധിക്യം, ഏതാണ്ട് 2% റോഡുകൾ ഉള്ള ദേശീയപാതയിൽ 70% വാഹനങ്ങൾ പോകുന്നു. ഭാവിയിലുള്ള വികസനത്തെ കണ്ടുകൊണ്ട് DPR തയ്യാറാക്കുന്ന ഇടപെടലിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് തെറ്റുപറ്റിയോ? വരുന്ന നാളുകളിൽ ഉണ്ടാകുന്ന വികസനത്തെക്കുറിച്ചും വാഹന പെരുപ്പത്തെയും കണക്കൂട്ട് നമുക്ക് തെറ്റിയോ? അണ്ടർപാസുകളുടെയും മേൽപ്പാലങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് വിലയിരുത്തുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയോ? ദേശീയപാതയിൽ ഉണ്ടാകുന്ന വലിയ തള്ളിച്ചയെക്കുറിച്ച് കണക്കുകൂട്ടുകയും ഇതിന്റെ അനിവാര്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ ബദൽ പാതകൾ ഉപയോഗിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചു പോകും. മാത്രമല്ല, ഈ ഏജൻസിയുടെ പുറകിലുള്ള ആരൊക്കെയാണ്? ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നോ ഗുരുവായൂർ ടോൾ സ്പേസ് ലിമിറ്റഡ് എന്നോ ഒക്കെ പേരിലുള്ള ഈ സ്ഥാപനം തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന പലരുടെയും ബിനാമി ഇടപാടുകളിലൂടെ ഉതവുകൊണ്ട ഒരു കമ്പനിയാണെന്നും അവർക്ക് ബാഹ്യ മുഖങ്ങൾക്കപ്പുറത്തേക്ക്, കാണുന്ന മുഖങ്ങൾക്കപ്പുറത്തേക്ക് വലിയ സ്വാധീനങ്ങളുള്ള ആളുകളാണെന്നും കലക്ടറോട് പോലും നീ പോകട്ടും പോടാ എന്ന് പറയാവുന്ന തരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ ദുരവസ്ഥ തന്നെയായിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാലം അത്രയും നടന്ന ഈ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട്.